അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൗലാന മുഹമ്മദ് ഇല്യാസ് റഹിമഹുള്ള ലോകം മുഴുവൻ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ദഅവ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കോടിക്കണക്കിന് ദാഴികൾക്ക് വഴികാട്ടിയ വിളക്കുമാടം മൗലാന മുഹമ്മദ് ഇല്യാസ് റഹിമഹുള്ളയുടെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച പ്രിയപ്പെട്ട ശിഷ്യനും ലോകോത്തര പണ്ഡിതനുമായ സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോക ഇസ്ലാമിക സംഘടന റാബിത്തത്തുൽ ആലമിയുടെ സ്ഥാപകരിൽ പ്രധാനിയുമായ മുഫക്കിറുൽ ഇസ്ലാം അബുൽ ഹസൻ അലി നദ്വിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശേഷം അദ്ദേഹം പറയുന്നു, എന്നിൽ എന്തെങ്കിലും നന്മ കാണുന്നുണ്ടെങ്കിൽ, അബുൽ ഹസൻ അലി നദ്വി മൗലാന പറയാണ്, എന്നിൽ എന്തെങ്കിലും നന്മ കാണുന്നുണ്ടെങ്കിൽ അത് മൗലാന ഇല്യാസ് റഹിമഹുള്ളയുടെ സഹവാസത്തിലൂടെ നേടിയതാണ്. അബുൽ ഹസൻ അലി നദ്വി അപ്പോൾ ആരായിരുന്നു? ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, തബ്ലീഗ് പണ്ഡിതനും മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവചരിത്രകാരനുമായ മൗലാന അബുൽ ഹസൻ അലി നദ്വിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുക. അവൻ ഒരിക്കലും അതനുവദിക്കില്ല എന്ന് നിലവിലുള്ള ഗവൺമെന്റിനോട് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു എന്നാൽ, മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായം അവന് ശേഷമല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യില്ല എന്ന് വാദിച്ചു. ആ സന്ദർഭത്തിലാണ് മൗലാന അബുൽ ഹസൻ അലി നദ്വി, ഒരു പക്ക ഹനഫിയാണ് അദ്ദേഹം. ഈ സദസ്സിലുള്ള വല്ല എൽമിന്റെ അധികാരം ഉണ്ടെങ്കിൽ അവർ വളരെ സൂക്ഷിച്ചുകൊള്ളത്. ഏറ്റവും വലിയ തെരീഖത്തിന്റെ നക്ഷബന്ദി തെരീഖത്തിന്റെ മഹാനാണ്, പക്ക ഹനഫിയാണ് അബുൽ ഹസൻ അലി നദ്വി. ആ നിലക്കുള്ള മഹാന്റെ നേതൃത്വത്തിൽ ലോകപ്രസിദ്ധനായ ആലിമും ആണ് അദ്ദേഹം. അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ അബുൽ ഹസൻ അലി നദ്വിയുടെ പേര് കേട്ടാൽ ആരും തന്നെ അത് അനുവദിക്കും. ആ നിലക്കുള്ള വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ മുഴുവൻ തന്നെ സംഘടിച്ചു. മുസ്ലിം പേർസണൽ ലോകോട് രൂപീകരിച്ചു. ശരീഅത്തിനെ നിലനിർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തു. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രമേയങ്ങൾ പാസാക്കി ഇന്ത്യ ഗവൺമെന്റിന് പണ്ട് തന്നെ അയച്ചിട്ടുമുണ്ട്. ശരീഅത്തിൽ ഒരക്ഷരം വ്യത്യാസപ്പെടാൻ പാടില്ലെന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ മുൻകൂട്ടി ആ കാര്യം കണ്ട് അയച്ചിട്ടും ഉണ്ട്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ മഹാനായ അബുൽ ഹസൻ അലി നദ്വി കേരളം സന്ദർശിച്ചു. ഈ ആവശ്യത്തിന് വേണ്ടി കേരളം സന്ദർശിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പ്രചരണ സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ്? മുസ്ലിം ലീഗാണ്. കാരണം എന്തുകൊണ്ട്? ഇവിടെ 90% മുസ്ലിമീങ്ങളും ആ സംഘടനയുടെ പിന്നിലുണ്ട്. പാലക്കാട്ട് തങ്ങന്മാര്, അതുപോലുള്ള മഹാന്മാര് അവരുടെ പിന്നിലുണ്ട്. എന്ന് 90% മുസ്ലിങ്ങളും അവരെ പിന്നിൽ അല്ലേ? അപ്പൊ അവരല്ലേ അത് ചെയ്യേണ്ടത്? അബുൽ ഹസൻ അലി നദ്വി റഹിമഹുള്ളയോട് ഇന്ദിരാഗാന്ധി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണമെന്നോ. ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അതായത് ഇന്നത്തെ പ്രധാനമന്ത്രി പോലെയും അല്ലാതെ, അതായത് കോൺഗ്രസ് എന്നത് ഒരു രാജാധിപത്യം പോലെ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. അവരുടേതാണോ ഇന്ത്യ എന്ന് പോലും ചിന്തിക്കാവുന്ന വിധത്തിൽ അവർ ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ സാഹചര്യത്തിൽ നിൽക്കുന്ന അവസ്ഥ. അപ്പോഴാണ് വന്നിട്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വന്നിട്ട് അലിമിയാനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാ രാത്രിയിലും തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനി പുതിയ ഒരു പ്രാർത്ഥന നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടി വരില്ല, നിങ്ങൾ നീതിമാനായാൽ മതിയാകും എന്ന് പറഞ്ഞു. അത് ആണുങ്ങൾക്കേ കഴിയും. നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. അത് ആണുങ്ങൾക്കേ കഴിയും, എല്ലാവർക്കും കഴിയില്ല. അതിനാണ് ആണ് എന്ന് പറയാം. അതിന് ആണ് എന്ന് പറയും. അങ്ങനെയാ. അവാർഡ് കൊടുക്കാൻ വേണ്ടി ഷെയ്ഖ് മുഹമ്മദ് കൊണ്ടുപോയി ദുബൈയിലേക്ക്. കൊണ്ടുപോയിട്ട് ഷെയ്ഖ് മുഹമ്മദ് ആ മനുഷ്യന്റെ മുന്നിൽ ഇരുന്നില്ല. അധ്യക്ഷം വഹിച്ച ഷെയ്ഖ് മുഹമ്മദ് 2 മണിക്കൂർ നേരം സ്റ്റേജിൽ നിന്നു. العلامة والمفكر الإسلامي الكبير والداعية العظيم الذي ملأ الدنيا علما وفضلا ونشرا للإسلام بفكره المتفتح واجتهاده النير الشيخ أبي الحسن علي الحسني الندوي.
والذي اختير شخصية هذا العام الهجري 1419 لجائزة دبي الدولية للقرآن الكريم فليتفضل بتسلم جائزته وإلقاء كلمته. الذي تختارونه لهذه المكرمة ويختاره صاحب السمو محمد بن راشد آل مكتوم حفظه الله تبارك وتعالى وأطال حياته. لم يكن أحد يتكهن بأن هذا الطفل أن هذا الشاب الذي نشأ في قرية هندية ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് ആരാണെന്ന് അറിയുന്നവർക്കൊക്കെ അറിയാം. അറബ് ലോകത്തെ എല്ലാവരും പേടിക്കുന്ന ഭരണാധികാരി ദുബായിലെ ഷെയ്ഖ് മുഹമ്മദാ. സ്റ്റേജിൽ നിന്നും അധ്യക്ഷൻ ഇരുന്നില്ല 2 മണിക്കൂർ. എന്നിട്ട് എന്ത് ചെയ്തു? അതാ വലിയ രസം. ആ 2 മണിക്കൂറും അറബികളെ നിശ്ചലമായി വിമർശിച്ചു. മിണ്ടിയില്ല. അറബ് പത്രങ്ങളോ മിണ്ടിയില്ല. അവർക്ക് മനസ്സിലായി തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്. മിണ്ടിയില്ല. 2 മണിക്കൂർ അറബികളെ, നിങ്ങൾക്കൊരു വിലയുമില്ല, നിങ്ങൾക്കും ഒരാളുണ്ടായിരുന്നു മുഹമ്മദ് എന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനെ കൊണ്ടാണ് നിങ്ങൾ നേടിയത്, നിങ്ങൾ ആ മനുഷ്യനെ മറന്നില്ലേ എന്ന് പറഞ്ഞു. 2 മണിക്കൂർ അത് നിന്നിട്ട് പഞ്ചപുച്ച മടക്കി കേട്ടു. എന്തേ? അതിന് കാഴ്ചപ്പാടുള്ള മനുഷ്യന്മാരെന്ന് പറയും. ഈ ലോകത്തൊരു പേടിക്കണ്ടില്ല. ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ ഒന്നും നടക്കില്ല. അല്ലാഹു വിചാരിച്ചല്ല നടക്കില്ല. പിന്നെന്താ? ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളും നമ്മുടെ നേതൃത്വം നടങ്ങി വന്നാൽ മുസ്ലിമീങ്ങൾക്ക് ഒരു രീതി ഉണ്ടാവും. അവരെല്ലാവരും പേടിക്കും. അതായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും 2 അൽഖഫ് ഓടിയിരുന്നു മഹാനായ അബുൽ ഹസൻ അലി അന്നദവി റഹ്മഹുല്ലാഹ്. മഹാനായ ഹനഫി പണ്ഡിതനായിരുന്നു, ബഹുമാനപ്പെട്ടവർ. ഖാദിരി ത്വരീഖത്തിൽ ഷെയ്ഖായിരുന്നു, ഇജാസത്ത് കൊടുക്കുന്ന ആളായിരുന്നു, വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അന്നദവി റഹ്മഹുല്ലാഹ്. 2ാമത്തെ അൽഖഫ് ഓടി കഴിഞ്ഞു, കുഴക്ക് വന്നു, വീണു, മരിച്ചു. വെള്ളിയാഴ്ച മരിച്ചു. അന്നും 2ാമത്തെ അൽഖഫ് ഓടി. 2ാമത്തെ അൽഖഫ് ഒന്നും 2ാമത്തെ അൽഖഫ് ഓടി കഴിഞ്ഞു, തളർച്ച വന്നു, വീണു, മരിച്ചു. അവസാനത്തെ ദിവസം 2 അൽഖഫ് ഓതിയിരുന്നു. ചിന്തിക്കണം. يا رستم يا قائد قواد الفرس، ما جينا لأجلنا، ما جينا في مصلحتنا، ما جينا في قضاء وطننا، ما ساقنا إليكم أيها الفرس، ما ساقنا إليكم الطمع في الملك والطمع في الثروة، إنما ساقنا إليكم الترحم عليكم، الإشفاق عليكم، الترحم عليكم، العطف عليكم، كيف تعيشون، لنخرجكم من عبادة العباد إلى عبادة الله وحده، ومن ضيق الدنيا إلى سعتها. أنتم في ضيق، أنتم كعصفور كبلبل في قارورة من زجاج قد هي فيها الماء، مجرعة من الماء وحبوب يأكل البلبل، فأنتم تعيشون. सारी दुनिया तय कर ले, तुल जाए इस पर, और सारे जो धमकियां हो सकती वो भी लाए, और जो लालचें हो सकती, रिश्वतें दिया वो भी लाए, मगर हम अकीदे तौहीद से जर्रा बराबर न हटेंगे। इस दुनिया का बनाने वाला, इस दुनिया का चलाने वाला